നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. നമുക്കറിയാം, ലോകത്തെല്ലായിടത്തും അമേരിക്ക തങ്ങളുടെ സ്വാധീനം അത് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. അതിൽ തന്നെ സ്പെഷ്യലി മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ, അവയിൽ തന്നെ നിരവധി രാജ്യങ്ങളുമായിട്ട് അമേരിക്കയ്ക്ക് സൗഹൃദമുണ്ട്. ട്രംപ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ സന്ദർശിക്കാനായിട്ട് വന്നപ്പോൾ ട്രംപിന് കിട്ടിയ ഒരു സ്വീകരണമുണ്ട്. അതായത് വലിയ രീതിയിലുള്ളൊരു സ്വീകരണമാണ് ട്രംപിന് വേണ്ടി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഒരുക്കി വെച്ചത്. ഇത്തരം ഒരു സ്വീകരണം അത് തീർച്ചയായിട്ടും ഒരു ഉദാഹരണമാണ് എത്ര കണ്ട് അടുപ്പമുണ്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ അമേരിക്കയ്ക്കും ഇടയിലെന്ന്. അമേരിക്കയ്ക്ക് എങ്ങനെ ഒരു അടുപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല, അത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ തീർച്ചയായിട്ടും ട്രംപിനെ വളരെ വലിയ രീതിയിലാണ് സ്വീകരിച്ച് ആനയിച്ചത്. അതിനിടെ ഖത്തർ ട്രംപിന് കൊടുത്ത ഏകദേശം $400 മില്യൺ വില വരുന്ന ഒരു വിമാനം, ആ ഒരു വിമാനത്തെയും നമ്മളിവിടെ ഓർക്കേണ്ട കാര്യം തന്നെയാണ്. അതായത് 400 മില്യൺ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇന്ത്യൻ രൂപ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 3320 കോടി രൂപ. അത്രയും വിലയുള്ള ഒരു വിമാനമാണ് ട്രംപിന് ഖത്തർ കൊടുത്തത്. എന്നാൽ ഇത്രയൊക്കെ ഖത്തർ ട്രംപിനും അതുപോലെ തന്നെ അമേരിക്കയ്ക്കും കൊടുത്തിട്ടും ഇവർക്ക് തിരിച്ചെന്ത് കിട്ടി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇത്തരം രാജ്യങ്ങളിൽ നിന്നെല്ലാം വേറിട്ടൊരു ശബ്ദമാണ് ഇറാന്റേത്, ഇറാനിലെ ജനങ്ങളുടേത്, അതുപോലെ തന്നെ ഇറാനിലെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖംനായിയുടേത്. ഇപ്പോൾ അദ്ദേഹം, അതായത് ആയത്തുള്ള അലി ഖംനായി ഇപ്പോൾ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഒരു ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന് നേരെ ഒരു തുറന്ന വിമർശനമാണ് ഇപ്പോൾ ഖംനായി ഇവിടെ നടത്തിയിരിക്കുന്നത്. ട്രംപിനെ ഗസയിലെ പൗരന്മാരുടെ മരണത്തിന്റെ ഉത്തരവാദി എന്നാണ് ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് വിശേഷിപ്പിച്ചത്. ഈ വാർത്ത സംബന്ധിക്കുന്ന ഒരു സ്ക്രീൻഷോട്ടും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇസ്രായേൽ ഇറാനെ പ്രകോപിപ്പിക്കാനോ ആക്രമിക്കാനോ മുതിർന്നാൽ ശക്തമായ തിരിച്ചടി കിട്ടുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒരു ടെലിവിഷനിലൂടെ നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചത്. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ആശങ്കയോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു മുന്നറിയിപ്പ് കാണുന്നത്. കാരണം ലബനൻ, യമൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇറാൻ സ്വാധീന ഗ്രൂപ്പുകൾ അവർ സജീവമായിട്ടുണ്ട്. അതിൽ തന്നെ സിറിയയും അതുപോലെ തന്നെ ലബനനും ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്ന രാജ്യവുമാണ്. അതിനാൽ തന്നെ ഇറാന്റെ ഓരോ നീക്കങ്ങളും ഇസ്രയേൽ ശ്രദ്ധയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. അതിനിടെ മറ്റൊരു വാർത്ത വരുന്നുണ്ട്. അതായത് ഇസ്രയേൽ 2024 ഒക്ടോബറിൽ ആക്രമിച്ച ഇറാന്റെ സൈനിക കേന്ദ്രം താലേഖർ 2 പുനർനിർമ്മിക്കുകയാണ് ഇറാൻ എന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. ഇറാന്റെ ആണവ പദ്ധതികളുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന ഒരു കേന്ദ്രമാണ് ഈ താലേഖർ 2 എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. ഇവിടെയാണ് ഇപ്പോൾ പുനർനിർമ്മാണം അത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ വാർത്തകൾ വരുന്നത്. അതിനാൽ തന്നെ ഈ ഒരു സംഭവത്തോടുകൂടി ഇസ്രായേൽ കനത്ത ആശങ്ക ഇവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിനെ ഒരു സാധാരണ പുനർനിർമ്മാണമായിട്ട് പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇതിനെ കാണുന്നില്ല. ഇത് ഇറാന്റെ ആണവ പദ്ധതികൾ അത് സജീവമാകാനായിട്ടുള്ള ഒരു സാധ്യത എന്ന രീതിയിൽ ആശങ്കയോടുകൂടി തന്നെയാണ് ഇത്തരം ഏജൻസികൾ ഇത്തരം പ്രവർത്തനങ്ങളെ കാണുന്നത്. ഇറാൻ 2015 ഒപ്പുവെച്ച ആണവ കരാറിൽ നിന്ന് പിന്മാറിയതിനു ശേഷം യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ അത് വേഗത്തിലാക്കിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ താലേഖർ 2-ൽ ഇറാൻ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇത് തന്നെയാണ് ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കുന്നതും. അൽ ജസീറയാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നെതന്യാഹുവിന്റെ തന്നെ ഓഫീസിൽ നിന്ന് ഇതിനെതിരെ ഇപ്പോൾ ഒരു മുന്നറിയിപ്പും വരുന്നുണ്ട്. ഇറാൻ ആണവായുധം നേടുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇങ്ങനെ മുന്നറിയിപ്പ് നൽകാമെന്നല്ലാതെ ഇസ്രയേലിന് കാര്യമായൊരു ഇടപെടൽ നടത്താൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയുകയില്ല. കാരണം ഇറാൻ ഓൾറെഡി ആണവ കരാറിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. അതിനാൽ തന്നെ ഇത്തരം രാജ്യങ്ങൾക്ക് നിയമപരമായി തന്നെ ഇറാനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാക്കാൻ പോലും കഴിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്.